Dear friends, you are welcome to Historia. Historia പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധ കാര്യങ്ങളുമായി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഡിഗ്രി നിലവാരത്തിലുള്ള എക്സാം ആണ് നമുക്ക് ഡിസംബറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നവംബറിൽ 2 എണ്ണം കഴിഞ്ഞു. 19-ാം തീയതി ഒരു എക്സാം വരുന്നു, ഒരെണ്ണം ഓൾറെഡി കഴിഞ്ഞു. ഇനി ഡിസംബറിൽ വരുന്നത് ഡിഗ്രി നിലവാരത്തിലുള്ള എക്സാം. അതുകൊണ്ടാണ് ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ 3 ടോപ്പിക്കുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ 3 ടോപ്പിക്കുകൾ ചർച്ച ചെയ്യണം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്താണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ട വർഷം എന്നാണ്. ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ട വർഷം നമുക്കറിയാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ട് 1969 ഓഗസ്റ്റ് 15 1969 ഓഗസ്റ്റ് 15 ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ടത്. ഐ.എസ്.ആർ.ഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂർ. എന്താ പറയാ? അന്തരീക്ഷ് ഭവൻ ബാംഗ്ലൂർ, അതാണ് ഐ.എസ്.ആർ.ഒയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ടത് 1969 ഓഗസ്റ്റ് 15. ഇനി നമുക്ക് വേണ്ടത് ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ടതിന് മുന്നേ ഐ.എസ്.ആർ.ഒയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇൻകോസ്പാർ എന്നൊരു സംഘടന. ഇൻകോസ്പാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് എന്താ പറയാ? ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് ആണ് ഇൻകോസ്പാർ. 1962 ഇൻകോസ്പാർ രൂപം. ഇതാണ് ഐ.എസ്.ആർ.ഒയുടെ മുൻഗാമി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ സ്പേസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ സ്പേസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. ഐ.എസ്.ആർ.ഒയുടെ ആദ്യത്തെ ചെയർമാനും വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ സ്പേസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? വിക്രം സാരാഭായി ആണ്. അപ്പൊ ഇൻകോസ്പാർ മറക്കണ്ട. ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ സ്പേസ് ആൻഡ് റിസർച്ച്, ഇതാണ് ഐ.എസ്.ആർ.ഒ മുൻഗാമി. 1962 രൂപം കൊണ്ടു. ഇനി അതിനുശേഷം നമുക്കൊന്ന് വേണ്ടത് ടേൾസ് എന്ന് പറയും. ടേൾസ് എന്ന് പറഞ്ഞാൽ TERLS. ടേൾസ് ഇവിടെ ഓൾറെഡി നമ്മൾ എഴുതുന്നുണ്ട്. ടേൾസ് എന്ന് പറഞ്ഞാൽ തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. നമുക്കറിയാം നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ് തുമ്പ. അതാണ് നമ്മൾ ടേൾസ് എന്ന് ഷോർട്ട്ലി പറഞ്ഞത്. ടേൾസ് എന്ന് പറഞ്ഞാൽ തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ എന്നാണ് ടേൾസ് എന്ന് പറയുന്നത്. ഇത് രൂപം കൊണ്ടത് 1962 തന്നെയാണ് തുമ്പ രൂപം കൊണ്ടത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കൊണ്ട് 62. പക്ഷെ അത് ചോദ്യം അങ്ങനെയല്ല വന്നത്. ചോദ്യം വന്നത് ടേൾസ് രൂപം കൊണ്ടത് ചോദിച്ചില്ല. ചോദ്യം വന്നത് വരുന്നത് ഇൻ വിച്ച് ഇയർ ടേൾസ് ഡെഡിക്കേറ്റ് ഫോർ UN എന്ന് പറയാം. ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച വർഷം 1968. അതാണ് ചോദ്യം. അപ്പൊ ടേൾസ് മറക്കണ്ട. തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഫോംഡ് ഇൻ 1962 ആൻഡ് ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു യുഎൻഎക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് 1968 കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഐ.എസ്.ആർ.ഒയുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് ഐ.എസ്.ആർ.ഒയുടെ 2 കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഓൾറെഡി ഒന്നേ ഉണ്ടായിരുന്നു. ഒരെണ്ണം കറണ്ട് അഫയേഴ്സ് ആണ്, ഇപ്പൊ ചോദിച്ചതാണ്. ഓൾറെഡി പുതുതായി രൂപം കൊണ്ടുവന്ന് കമേഴ്സ്യൽ വിങ് ഓഫ് അല്ലെങ്കിൽ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐ.എസ്.ആർ.ഒ. ഐ.എസ്.ആർ.ഒയുടെ വാണിജ്യ വകുപ്പ് ഏതാണ്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ ഇതായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന ഐ.എസ്.ആർ.ഒയുടെ വാണിജ്യ വകുപ്പ് അല്ലെങ്കിൽ കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ പുതുതായിട്ട് മോഡി ഗവൺമെന്റ് വന്ന ശേഷം പുതുതായിട്ട് വന്ന കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത്. എന്താണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്? അപ്പൊ ഐ.എസ്.ആർ.ഒയുടെ 2 വാണിജ്യ വകുപ്പുകളാണ് കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് ആൻഡ്രിക്സ് കോർപ്പറേഷൻ, മറ്റൊന്ന് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പൊ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് കറണ്ട് അഫയേഴ്സ് ആണ്, അതും കൂടി പഠിച്ചു വെക്കുക. ക്ലിയർ അല്ല? അപ്പൊ ഇത് ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട് ഇനി ഐ.എസ്.ആർ.ഒയുടെ ചെയർമാൻ നമുക്കറിയാം. ഇപ്പോഴത്തെ ഐ.എസ്.ആർ.ഒ ചെയർമാൻ ആരാണ്? സോമനാഥ്. ഇപ്പോഴത്തെ ഐ.എസ്.ആർ.ഒ ചെയർമാൻ സോമനാഥാണ്. ആദ്യത്തെ ഐ.എസ്.ആർ.ഒയുടെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി ആണ് ആദ്യ ചെയർമാൻ. ഏറ്റവും കൂടുതൽ കാലം ഐ.എസ്.ആർ.ഒ ചെയർമാൻ ആയിരുന്നത് സതീഷ് ധവാൻ ആണ്. ക്ലിയർ ആയില്ലല്ലോ? സതീഷ് ധവാൻ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. ഇനി മലയാളികൾ ടോട്ടലി എത്ര മലയാളികളുണ്ട്? ഒന്നാമത്തെ മലയാളി MGK മേനൻ. MGK മേനൻ ആയിരുന്നു ഐ.എസ്.ആർ.ഒ ആദ്യ മലയാളി. രണ്ടാമത്തെ ആള് കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ആള്, കസ്തൂരി രംഗൻ. മൂന്നാമത്തെ ആള് G മാധവൻ നായർ. അതിനുശേഷം രാധാകൃഷ്ണൻ, അതിനുശേഷം സോമനാഥ്. അപ്പൊ ടോട്ടലി 5 മലയാളികളാണ് ഐ.എസ്.ആർ.ഒ ചെയർമാൻ. 5ാമത്തെ മലയാളിയാണ് ഇപ്പോഴത്തെ സോമനാഥ്. ബാക്കി 4 ആളുകളാണ് നമ്മൾ പ്രധാന MGK മേനോൻ, കസ്തൂരി രംഗൻ, G മാധവൻ നായർ, ഡോക്ടർ K രാധാകൃഷ്ണൻ ആൻഡ് സോമനാഥ്. ടോട്ടലി 5 മലയാളികളും ഐ.എസ്.ആർ.ഒ ചെയർമാൻമാരായിട്ടുണ്ട്. ഓർത്തിക്കുക. ക്ലിയർ ആയിരിക്കും? അപ്പൊ ഇത്രയും ഐ.എസ്.ആർ.ഒ രൂപം കൊണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സാറ്റലൈറ്റുകളെല്ലാം നമുക്ക് വേറെ പഠിക്കണം. അപ്പൊ ഐ.എസ്.ആർ.ഒ ഓർത്തിക്കുക. 1969 രൂപം കൊണ്ട് ഓഗസ്റ്റ് 15 അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക. പിന്നെ സ്പേസിന്റെ പിതാവ് വിക്രം സാരാഭായി ആണ്. ആദ്യത്തെ ചെയർമാനും വിക്രം സാരാഭായി ആണ്. അത് ഓർത്തു വയ്ക്കുക. ഐ.എസ്.ആർ.ഒ മുൻഗാമി എന്നത് ഇൻകോസ്പാർ, ഇന്ത്യൻ നാഷണൽ കമ്മീഷൻ ഫോർ സ്പേസ് ആൻഡ് റിസർച്ച് 62 രൂപം കൊണ്ട്. ടേൾസ് തുമ്പ ഇക്വട്ടോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ രൂപം കൊണ്ടത് 62. ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് 68. അതും ഇതിനോട് ചേർത്ത് പിടിക്കുക. പിന്നെ 2 കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റും പഠിച്ചു വയ്ക്കുക. ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആൻഡ് അതുപോലെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ ഐ.എസ്.ആർ.ഒ എന്ന ടോപ്പിക് ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് അടുത്ത ചോദ്യം വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ചോദ്യമാണ്. വേൾഡ് ഹിസ്റ്ററി നമ്മുടെ ഒരു സിലബസിന്റെ ഭാഗമാണ്.
വേൾഡ് ചോദ്യം ഇതാണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം രൂപം കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആരാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് നമുക്കറിയാം. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം തയ്യാറാക്കിയ ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്നതാണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ് എന്ന് പറഞ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഈ മുദ്രാവാക്യം തയ്യാറാക്കിയത്. ജെയിംസ് ഓട്ടിസ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 1776 1776ലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 13 കോളനികൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക. അതാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് മാറുന്നത്. പിന്നീടാണ് ഇന്നത്തെ നമ്മുടെ 50 സംസ്ഥാനങ്ങളായിട്ട് മാറുന്നത്. അപ്പൊ അന്ന് 13 സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നല്ലോ. അതാണ് അമേരിക്കൻ ഫ്ലാഗിൽ നമ്മൾ 13 സ്ട്രൈപ്സുകൾ കാണാം, ചുവപ്പും വെള്ളയും 13 വരകൾ കാണാം. ആ സ്ക്വയറിൽ നമ്മൾ 50 നക്ഷത്രങ്ങൾ കാണാം. അത് 50 സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 50 അമേരിക്കൻ ഫ്ലാഗിൽ നമ്മൾ സ്ക്വയർ കാണാം. ആ മൂലയ്ക്കുള്ള സ്ക്വയറിൽ 50 സ്റ്റാറുകൾ കാണാം. അത് ഇന്നത്തെ അമേരിക്കൻ 50 സംസ്ഥാനങ്ങളെയും 13 സ്ട്രൈപ്സുകൾ അന്ന് സ്വാതന്ത്ര്യം ലഭിച്ച 13 കോളനികളാണ് ആ ഫ്ലാഗിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ അന്നത്തെ 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് പറഞ്ഞാകുന്നത്. അപ്പോൾ 1776ലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചോദിക്കാറ് സ്റ്റാമ്പ് നികുതി, ഇന്നത്തെ നമ്മുടെ മുദ്ര പേപ്പർ, അത് തന്നെ സംഭവം കിട്ടിയ സ്റ്റാമ്പ് ആക്ട് നിലവിലുണ്ട് 1765 സ്റ്റാമ്പ് നിയമം നിലവിലുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773 ഡിസംബർ 16 1773 1773 ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊരു സംഭവം, അതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഓർക്കുക, 1765 സ്റ്റാമ്പ് നികുതിന്റെ ഓർക്കുക, 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സൈന്യത്തിന്റെ തലവൻ ആരാച്ച ജോർജ് വാഷിംഗ്ടൺ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനി. ആ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നുള്ളത്? ജോർജ് വാഷിംഗ്ടൺ. ആ ജോർജ് വാഷിംഗ്ടൺ തന്നെയാണ് അമേരിക്കയുടെ ആദ്യത്തെ രാഷ്ട്രപതി. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടന നിലവിൽ 1789 1789 ഈ അമേരിക്കൻ ഭരണഘടനയുടെ ശില്പി ആരാണെന്ന് വെച്ചാൽ അത് നമുക്ക് ആരാ പറയാം? ജെയിംസ് മാഡിസൺ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കൻ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ ആണെന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ജെയിംസ് മാഡിസൺ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം തയ്യാറാക്കിയാണ് ജെയിംസ് ഓട്ടിസ് ആണെന്ന് പറഞ്ഞു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 1765 സ്റ്റാമ്പ് നികുതി എന്ന് ഓർത്തുക. അമേരിക്കൻ ഭരണഘടന നിലവിലുണ്ട് 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിലുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനയുടെ തലവൻ ആരാ പറഞ്ഞത്? ജോർജ് വാഷിംഗ്ടൺ ആണ്. ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? ഓക്കെ ഫൈൻ. ദെൻ അപ്പൊ ആ ഒരു ചോദ്യം കഴിഞ്ഞാൽ അതിന്റെ അനുബന്ധ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം എന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ചോദ്യമാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? ഓർത്തിക്കുക, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജസ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെയും ചീഫ് ജസ്റ്റിസെയും ഇവരെല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജസ് ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എല്ലാ ജഡ്ജിമാരെയും, അത് സുപ്രീം കോടതി ഹൈക്കോടതി ആ രണ്ടിലെയും സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയും ഇൻക്ലൂഡിംഗ് ചീഫ് ജസ്റ്റിസിനെ ഇവരെല്ലാം നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പക്ഷെ ഇവരുടെ അപ്പോയിന്റ്മെന്റ്, ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ ഇതെല്ലാം തീരുമാനിക്കുന്ന ഫംഗ്ഷണറിക്ക് നമ്മൾ കൊളീജിയം എന്ന് പറയാം. മറക്കരുത്, അത് ചോദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ് ഡിഗ്രി നിലവാരത്തിൽ ചോദിച്ചു കൊളീജിയം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറയാ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ അപ്പോയിന്റ്മെന്റ്, അവരുടെ ട്രാൻസ്ഫർ, അവരുടെ പ്രൊമോഷൻ അതെല്ലാം തീരുമാനിക്കുന്ന ഫംഗ്ഷണറി, ആ ഫംഗ്ഷണറിക്ക് നമ്മൾ പറയാ കൊളീജിയം എന്ന് പറയാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മോസ്റ്റ് സീനിയർ ജഡ്ജിമാരും കൂടുന്ന ഒരു കൗൺസിലാണത്. അതിനാണ് പറയുക കൊളീജിയം എന്ന് പറയുന്നത്. ഇവരാണ് ഇത് തീരുമാനിക്കുക. പക്ഷെ അപ്പോയിന്റഡ് ബൈ ആരായിരിക്കും? അത് നമ്മൾ പറയുന്ന രാഷ്ട്രപതി ആയിരിക്കും. ഇനി ഇവരെ പുറത്താക്കുന്നത്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നതിനെ പറയാം റിമൂവൽ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇംപീച്ച്മെന്റ്. നമ്മുടെ രാഷ്ട്രപതിയൊക്കെ പുറത്താക്കുന്ന ഇംപീച്ച്മെന്റ് അതേ പ്രക്രിയയിൽ തുടർന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ പുറത്താക്കുന്നത്. റിമൂവൽ എന്നാണ് ഉപയോഗിക്കുക, പക്ഷെ നമ്മൾ പൊതുവായിട്ട് ആ വാക്കെന്ന് ഉപയോഗിക്കുന്നത് ഇംപീച്ച്മെന്റ് എന്ന രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ ഇംപീച്ച്മെന്റിലൂടെ ഇവരെ പുറത്താക്കുന്നു. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ കാലാവധി എന്നത് 65 വയസ്സാണ്. അത് ശ്രദ്ധിക്കണം. ഓപ്ഷനിൽ വരും 65 അല്ലെങ്കിൽ 6, 65 അല്ലെങ്കിൽ 5, 62 അല്ലെങ്കിൽ 5, 62 അല്ലെങ്കിൽ 6 ഇങ്ങനെ ഓപ്ഷൻ വരും. ഓർത്തിക്കുക, ആ ഒരു വിച്ച് എവർ ഈ സേറിയൽ ആ ഒരു ഫംഗ്ഷൻ ആയിരിക്കില്ല. അത് ആ ഒരു രീതിയിൽ 65
or 6 whichever is earlier. ഇതിൽ ഏതാണ് ആദ്യം ആ ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ട. അത് നമുക്ക് ഏതിലാ വരിക? അത് ഇലക്ഷൻ കമ്മീഷൻ, CAG, അറ്റോർണി ജനറൽ അതിലൊക്കെ വരുന്ന ഒരു ഓപ്ഷനാണ്. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ കാലാവധി എന്നത് റിട്ടയറിംഗ് ഏജ് ആണ്. അത് 65 ആണ്. സുപ്രീം കോടതിയിലെ 65 വയസ്സും ഹൈക്കോടതി 62 വയസ്സാണ് റിട്ടയറിംഗ് ഏജ്. അപ്പൊ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി എന്നത് 65 വയസ്സാണ്. ഇനി സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് എന്താണ്? 5 years experience as a judge in any high court in India. 5 years experience as a judge in any high court in India. ഇന്ത്യയിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന്. രണ്ടാമത് 10 years experience as an advocate. 10 years experience as an advocate in any high court and supreme court in India. ഇന്ത്യയിൽ ഏതെങ്കിലും ഹൈക്കോടതികളോ സുപ്രീം കോടതിയിലോ 10 വർഷം ലോയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന്. രണ്ടാമത് ഹൈക്കോടതിയിൽ 5 വർഷം ജഡ്ജി ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഈ 2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പൊതുവെ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് നിയമിക്കുക. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ആവുള്ള ക്വാളിഫിക്കേഷൻ ആണിത്. പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വയ്ക്കുന്നത് എ പ്രോമിനന്റ് ജൂറിസ്റ്റ് മേ ബി അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആസ് ദി ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ഒരു വളരെ വിദഗ്ധനായിട്ടുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ജൂറിസ്റ്റ്, നിയമ വിദഗ്ധൻ എന്നേ പറയുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു നിയമ വിദഗ്ധനെ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് നിയമിക്കും. അപ്പോൾ ഈ 3 ക്വാളിഫിക്കേഷൻ, ഒന്ന് ഹൈക്കോടതി ജഡ്ജിയായിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ 10 വർഷത്തെ ലോയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മുടെ ഇന്ദു മൽഹോത്ര അതൊക്കെ ഈ വഴിയിലൂടെ കയറിയതാണ്. സുപ്രീം കോടതി അഡ്വക്കേറ്റ് എന്ന പദവിയിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജി ആയ വ്യക്തിയാണ് ഇന്ദു മൽഹോത്ര. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞ പക്ഷേ അതാണ് ഒരു പ്രോമിനന്റ് ജൂറിസ്റ്റ്, വിദഗ്ധനായിട്ടുള്ള ഒരു നിയമവിദഗ്ധനെ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ജഡ്ജിയായിട്ട് സുപ്രീം കോടതി ജഡ്ജിയായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് സുപ്രീം കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ മറക്കണ്ട, സുപ്രീം കോടതി ജഡ്ജിയായുള്ള ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ 3. പിന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി 65 വയസ്സാണ്. അവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, പുറത്താക്കുന്നത് ഇംപീച്ച്മെന്റിലൂടെയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അവരുടെ പ്രൊമോഷനും അവരുടെ നിയമനവും അവരുടെ സ്ഥലമാറ്റവും ഇതെല്ലാം തീരുമാനിക്കുന്നത് കൊളീജിയം എന്ന് പറയുന്ന ഫംഗ്ഷണറി കൂടിയാണ്. ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 3 ചോദ്യങ്ങൾ. ഒന്ന് സ്പേസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ചോദ്യം, രണ്ടാമത് വേൾഡ് ഹിസ്റ്ററി, മൂന്നാമത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 3 ഭാഗത്തുള്ള 3 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ നമ്പറായിട്ടുള്ള വാട്സപ്പ് നമ്പറായ 9846298093 ആ നമ്പറിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസുകളും നിർദ്ദേശങ്ങളൊക്കെ നൽകാവുന്നതാണ്. പിന്നെ ഇനി ഡിസംബറിൽ അവിടെ എക്സാം വരുന്നുണ്ട്. ഈ 19 ഒരു എക്സാം വരുന്നുണ്ട്. അതിന് ഡിസംബറിൽ ടൈമുകളൊന്നും വേസ്റ്റ് ചെയ്യാതെ കിട്ടുന്ന സമയം വളരെ ഭംഗിയായിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിന് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള, അറിവ് നേടാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതെല്ലാവർക്കും ബൈ.